ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു ഇന്നൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പം സമയത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. എന്ത് പെട്ടെന്നാണ് സമയം വന്നത്. ഡ്യൂട്ടിക്ക് പണിയെടുക്കാൻ പോകുന്നതിൻ്റെ അന്ന് ആ പണിക്ക് പോയി ആ ടൈം തൊട്ട് പണി കഴിയുന്നിടം വരെ ഉള്ള ഒരു സമയമുണ്ടല്ലോ, ഡ്യൂട്ടി ടൈം, അതങ്ങോട്ട് പോത്തേയില്ല. പണിയെടുത്ത് മനുഷ്യൻ്റെ നടു ഓടിയും. അതേസമയം ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഒറ്റയായിരിക്കും 3 മണിയായി. ഇനി കുറച്ച് നേരം അവിടെ കഴിഞ്ഞാൽ രാത്രിയാവും. അതേപോലെ നാളെയാവും. അപ്പോഴത്തേക്ക് നാളെ എണീച്ച് പണിക്ക് പോകേണ്ടി വരും. അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ലീവ് എടുക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യൻ്റെ നടു ഓടി. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ യൂട്യൂബിനെ ആണെങ്കിലും ഈ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാരെ ആണെങ്കിലും സ്വഭാവം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, കല്ല് പോലുള്ള സ്വഭാവം. ഇവനൊക്കെ മുടിഞ്ഞു മുണ്ടക്കോല് വെച്ച് ഏതെങ്കിലും പോകുന്ന വഴിയിൽ ഇവൻ്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴും. ഇടിമിന്നലടിക്കും, തല പൊട്ടിത്തെറിക്കും, പൊട്ട് പോലെ. എന്നുവെച്ചാൽ വീഡിയോയ്ക്കകത്ത് വ്യൂസ് വരുന്നുണ്ട്, ലൈക്കൊന്നും കിട്ടുന്നില്ല. 7 പേര് 3 പേര്, അത്രയും നല്ല ഹൃദയമുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ വീഡിയോസ് കാണുന്നുള്ളൂ. യൂട്യൂബ് ഈ മലയാളികൾക്കൊന്നും വലിയ വീഡിയോ റെക്കമെൻഡ് ചെയ്യിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. ഈ ലൈക്കിൻ്റെ ബട്ടണൊന്നും ആരും ഞെക്കി വിടുന്നില്ല. ലൈക്കൊന്നും ആവുന്നില്ലല്ലോ. മലയാളികളല്ലയോ കാണുന്നത്. ഏതായാലും നല്ല ഹൃദയമുള്ള, നല്ല മനസ്സിനുടമയായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വീഡിയോ റെക്കമെൻഡായിട്ട് പോയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മളെ യൂട്യൂബും വലിപ്പിക്കുവാണ്, പിന്നെ കുറച്ച് ആൾക്കാരും വലിപ്പിക്കുക. उसको पसंद नहीं, कुछ नहीं, उसको पसंद नहीं वीडियो बनाना. वो आएगा, व्लॉग बना रहा है. मैं बनाता है, उम्र थोड़ा ज़्यादा हो गया इसलिए प्रॉब्लम है. बाद में भी थोड़ा बनाए तो पैसा मिलेगा सोच के बना रहा. बनाओ, बाद में लाइक नहीं मारता है. पूरा गूदरी किंग कैसा बोलता है, गांडू लोग उसका दिल में रोक रखने वाला देख रहे हैं वो. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കക്ഷീണത്തിലായിരുന്നു കേട്ടോ. നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു. അത് ആർക്കെങ്കിലും ഹെർട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങളോട് ഞാൻ സോറി ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിൽ ഹെർട്ടായിട്ടുണ്ടെങ്കിൽ. എനിക്കൊന്ന് നമ്മുടെ വീഡിയോസുകൾ ആരും അധികം മലയാളികളാരും ആയിരിക്കത്തില്ല കാണുന്നത്. അതാന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്, ലൈക്ക് കിട്ടാത്തതും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർമാർക്ക് മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മളെപ്പോഴുള്ളവർക്കൊന്നും ലൈക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നിങ്ങൾ वीडियो शूट करने का टाइम मेरे को गूदरी किंग आया, देख रहा है. सामान भी गिर गया है टूटा वाला. मेरा हेलमेट गिर गया. यूट्यूब में वीडियो डालने के लिए खींच रहा है, लाइक नहीं मिल रहा है. सब्सक्राइबर 3. गरीब है यार, क्या करेगा. हम लोग के साथ ऐसा ही होता है. हम लोग का साथ ऐसा ही होता है. फेवरेट वो लोग का यूट्यूबर पसंद वाला को ज़्यादा लाइक मारेगा, हमारे को लाइक नहीं मारता है. वो लोग हम एक दिन बड़ा आदमी है, गरीब आदमी को देख के लाइक नहीं करता है, फॉलोअर्स नहीं करता है. कुछ भी नहीं करते. आपको यूट्यूब में चैनल है क्या? चैनल नहीं है क्या? मेरा चैनल है ना, मैं नहीं करता. हाँ, वो दूसरा है. वो एक आदमी है केरला में, टोपी. वो बोलता है खरीब वाला वीडियो डालता है, बाद में भी वीडियो वायरल नहीं आता है. वो लोग दिमाग नहीं है. എന്നുവെച്ചാൽ ഇവൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്കകത്ത് ഇവൻ തന്നെ കുറേ കാര്യങ്ങൾ പറയും കേട്ടോ. വീഡിയോ സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും. പൊട്ടന്മാരാണ് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. പിന്നെ പൊട്ടന്മാരാണ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാശില്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് എല്ലാവരെയും അങ്ങ് ഉപദേശമാണ്.
നിങ്ങൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങി കാശുണ്ടാക്കാൻ പറ്റും. പിന്നെ എന്താ, അതായത് ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത കഞ്ഞികളാണ് യൂട്യൂബിൽ ഈ ചാനൽ തുടങ്ങേണ്ടത്. നമ്മളെയൊക്കെ അങ്ങ് പുച്ഛിക്കുന്നു. അതെന്തിനാ പുച്ഛിക്കുന്നത്? നിങ്ങൾക്ക് ഒക്കെ താല്പര്യമുള്ളവരൊക്കെ യൂട്യൂബിൽ ചാനൽ തുടങ്ങാം കേട്ടോ. ഇവൻ്റെയൊക്കെ വച്ചാനത്തിനാണ് നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ ലൈക്ക് സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ വീഡിയോ കുറേ നാൾ കഴിയുമ്പോൾ കാണും. അപ്പോൾ എൻ്റെ ഈ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണും. അപ്പം ഇങ്ങനെ ഞാൻ കുറേ നേരം കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഇടയ്ക്ക് വെച്ച് ചത്തു പോവുകയാണെങ്കിൽ തന്നെ കുറേ അവന്മാർ ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ടൊക്കെ ചിരിക്കുന്നുണ്ടായിരിക്കും. 3 मिनट आएगा, 4 मिनट आएगा, कोई आदमी देखेगा नहीं तो फायदा नहीं. 10 साल का बाद मैं मेरा भी वीडियो देखेगा. मालूम उसको दिखाएगा तंबाकू कहाँ के आता है गुतरी की. क्या देखा? वीडियो बना रहा है. वीडियो बना रहा कम थी. അപ്പം ഇങ്ങനൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ്. എല്ലാം मैं ज़्यादा बात करने के लिए सोचा है, सब भूल गए. बाद में ये मोबाइल है ना, उसमें वेट कम दिए और 200 ग्राम. बाद में भी ये हाथ जास्ती पेन ऐसा पकड़ दिया ना. ये यूट्यूब में वीडियो बनाने वाला कैसा पढ़ के वीडियो शूट करता है मालूम नहीं. അമാര് പോയി കേട്ടോ. ഞാൻ 200 ഗ്രാമുള്ള ഫോണായിട്ട് തന്നെ ഇത്രയും നേരം പിടിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് കൈക്ക് എന്തോ വേദനയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ടാബ്ലറ്റ് മേടിച്ച് എൻ്റെ സുഹൃത്ത് കഴിച്ചു കേട്ടോ, ഈ വിറ്റാമിൻ്റെ. അത് കഴിച്ചതിൽ പിന്നെ ഭയങ്കര വയറുവേദന. അതിപ്പോൾ അടുത്ത വ്ളോഗ് നമ്മൾ വീഡിയോ ഇടുമ്പം അതിൻ്റെ ഇത് ഞാൻ കാണിക്കാം. അവനൊന്ന് പണിക്ക് പോയതുകൊണ്ട് അത് എവിടെ വെച്ചേക്കുന്ന നേരത്തില്ല, അതിൻ്റെ പേര് ഞാൻ കാണിച്ചത്. നിങ്ങളെന്തെങ്കിലും അത് കഴിച്ചിട്ട് നിങ്ങൾക്കും ഇതേലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞു വന്ന റൂട്ട് അങ്ങ് മാറിപ്പോയി. അവസാനം നമ്മുടെ കുറേ നാൾ കഴിയുമ്പോൾ ഞാനൊക്കെ ചത്തു പോവുമായിരിക്കും അല്ലേ. ചത്തു പോകുമ്പോഴായിരിക്കും നിങ്ങളൊക്കെ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ കണ്ടിട്ട് പറയാം, ഇവൻ മറ്റേ അന്ന് കുറേ വീഡിയോ ചെയ്തിട്ട് അവസാനം ക്ലിക്കാവാതെ ചത്തുപോയി എന്ന് പറഞ്ഞ് കുറേ അമ്മമാർക്ക് ചിരിക്കാനുള്ളൊരു വകയായിട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും അല്ലേ. പിന്നെ ഈ കുറേ സിനിമയിലും അതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. എന്താ കൂട്ടുകാരൻ ചത്ത് കഴിഞ്ഞാൽ ഉടനെ, സുഹൃത്തുക്കൾ ചത്ത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ വെള്ളത്തിനകത്ത് വെള്ളം സിനിമയിൽ ജയസൂര്യയുടെ ഒരു ബിസിനസ് ഉണ്ടല്ലോ, അതിനകത്ത് അവൻ്റെ കൂട്ടുകാരൻ്റെ കട്ട കമ്പനി ഏറ്റെടുക്കുന്നത് കൂട്ടുകാരൻ ചത്ത് കഴിയുമ്പോഴാണ് രക്ഷപ്പെടുന്നത്. അതേപോലെ മറ്റേ ഈ നമ്മുടെ വേറൊരു സിനിമ നടന്നുണ്ടല്ലോ ഇപ്പം, തിരുവനന്തപുരത്ത് എങ്ങാണ്ടുള്ള ആ പുള്ളിയുടെ ഒരു സിനിമയ്ക്കകത്ത് അവൻ്റെ കൂട്ടുകാരൻ ചത്ത് കഴിയുമ്പോൾ കൂട്ടുകാരൻ്റെ പെണ്ണും പിള്ള കല്യാണം കഴിക്കും, എന്നിട്ട് ഒരു കൊച്ച കൊള്ള. ഞാൻ ഈ സിനിമകൾ അധികം കാണത്തില്ല കേട്ടോ. കാണാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ട്, പണിക്ക് പോയി പൈസ നമ്മൾ കുറച്ച് സുരുക്കൂട്ടി വെക്കാൻ പോകുന്നുണ്ട്. അത് ഒരു കിടിലൻ സാധനം ഇറക്കും. നിങ്ങളുടെയൊക്കെ കണ്ണിൽ കൂടെ ആസനത്തിൽ കൂടെ ഒക്കെ തെള്ളും, കണ്ണും വാസനും എല്ലാം തെള്ളും. അപ്പോൾ നിങ്ങൾ ഞെട്ടും. അത് നിങ്ങൾ ഒരു 2-3 മാസത്തെ വെയിറ്റിംഗ് പീരീഡേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ സാധനം ഇറക്കിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. ബാക്കി പറയാനുള്ള എല്ലാം മറന്നുപോയി. അടുത്ത ദിവസം എന്തെങ്കിലും ചിന്തിച്ചിട്ട് പറയാം. പിന്നെ കോട്ടയത്ത് പോകുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ.